കൈരളി ഗ്രന്ഥശാല നടത്തുന്ന വായനാ പക്ഷാചരണത്തോട് അനുബന്ധിച്ച് ഒരു പുസ്തകത്തെക്കുറിച്ച് എൻ്റെ വായനാനുഭവം പങ്കുവയ്ക്കാൻ ഇവിടെ സാധിച്ചതിൽ ഒരുപാട് നന്ദി ഞാൻ കൈരളി വായനശാലയോട് അറിയിക്കുകയാണ്. പുസ്തകത്തിലേക്ക് കടക്കാം. മാധ്യമ പ്രവർത്തകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടിയായിട്ടുള്ള നിമ്ന വിജയ് നനയുവാൻ ഞാൻ കടലാകുന്നു എന്ന അവരുടെ ആദ്യത്തെ നോവലിന് ശേഷം എഴുതിയിട്ടുള്ള രണ്ടാമത്തെ നോവലാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവൽ. 2023 ഏപ്രിലാണ് ഇതിന്റെ ആദ്യത്തെ പതിപ്പ് പുറത്തിറങ്ങുന്നത്. മാൻകൈൻഡ് പബ്ലിക്കേഷനാണ് ഈ പുസ്തകം പുറത്തിറക്കുന്നത്. നമുക്ക് ഈ പുസ്തകത്തെ കുറിച്ച് നന്നായി അറിയാൻ പറ്റിയത് ഇൻസ്റ്റഗ്രാം റീലുകൾ വഴിയാണ്. ഇപ്പോഴത്തെ യുവാക്കൾ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു കൂടി വാങ്ങി വായിക്കാൻ താല്പര്യപ്പെടുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് ഈ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന ഈ പുസ്തകം. എന്തുകൊണ്ടാണ് ഈ പുസ്തകം പുതിയ തലമുറയ്ക്ക് ഇത്രമേൽ പ്രിയപ്പെട്ടതാവുന്നത് എന്ന ആലോചനയിൽ നിന്നാണ് ഈ പുസ്തകം വായിക്കാനുള്ള ഒരു പ്രചോദനം എനിക്ക് ലഭിക്കുന്നത്. അതുവഴി ഞാൻ ഈ പുസ്തകം പരിചയപ്പെടാൻ ഇടയായി. പുതിയ കാലത്തിന്റെ ഭാവുകത്വ പരിസരത്തെ വളരെ നന്നായി അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ നോവലിന്റെ പ്രത്യേകതയായി എനിക്ക് അടിസ്ഥാനപരമായി പറയാൻ സാധിക്കുന്നത്. ഇതിലെ കേന്ദ്ര കഥാപാത്രമായ അതിഥി കേരളത്തിലെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്നും ബാംഗ്ലൂർ നഗരത്തിലേക്ക് IT ജോലി സംബന്ധമായി പോകുന്ന ഒരു വ്യക്തിയാണ്. അവിടെ അവൾ പരിചയപ്പെടുന്ന മനുഷ്യര്, അവളുടെ സ്നേഹബന്ധങ്ങള്, സൗഹൃദങ്ങൾ, അതിലുണ്ടാവുന്ന പലതരത്തിലുള്ള സംഘർഷങ്ങൾ, ഇതെല്ലാം ചേർന്നതാണ് ഈ നോവലിന്റെ ഒരു ആഖ്യാന പരിസരം. രണ്ട് തരം ലോകങ്ങളെയാണ് ഇതിലെ കഥാപാത്രമായ കേന്ദ്ര കഥാപാത്രമായ അതിഥി നേരിടുന്നത്, അല്ലെങ്കിൽ രണ്ട് തരം ലോകങ്ങളിലാണ് അവൾ അഭിമുഖീകരിക്കുന്നത്. ഒന്ന് അവളുടെ നാട്ടിലെ കേരളത്തിലെ ഗ്രാമം, അവളുടെ വീട്ടിലെ ബന്ധുക്കള്, മറ്റു പരിസരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പരിസരം. ഈ പരിസരം പലപ്പോഴും വളരെ തരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് അതിഥിയെ തള്ളിവിടുന്ന തരത്തിലാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരുപാട് തരത്തിലുള്ള അരുതുകളുടെ നോ എന്ന വാക്കിന്റെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഇതിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് അതിഥിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അവളുടെ എല്ലാ തരം ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും റദ്ദ് ചെയ്യുകയാണ് കുടുംബത്തിന്റെ പശ്ചാത്തലം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ ചെറുപ്പത്തിലൊക്കെ അതിഥിക്ക് ആ വീടുമായിട്ട് കഴിയുന്ന സമയത്ത് പ്രത്യേകിച്ച് തോന്നാതിരുന്ന ബുദ്ധിമുട്ടുകൾ പുറം ലോകവുമായി ബന്ധപ്പെട്ടതിന് ശേഷം തിരിച്ചു വരുന്ന ഘട്ടങ്ങളിലൊക്കെയും അതിഥിക്ക് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. അമ്മ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ആയി വരുന്നുണ്ട്. അതിഥിയുടെ ഒരു സംഘർഷം, അതിഥിയും അമ്മയും തമ്മിലുള്ള സംഭാഷണങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിറഞ്ഞതാണ്. അഭിപ്രായ ഭിന്നതകളുടെ ഒരു സംഘർഷ ലോകം ഇവർ തമ്മിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി രണ്ടാമത്തെ ലോകം ബാംഗ്ലൂർ അവൾക്ക് നൽകുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു തുറസ് അവൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അവിടെ അവളുടെ സുഹൃത്തുക്കൾ അവളുടെ കൂടെ ഉണ്ട്. അവളുടെ ഹോസ്റ്റൽ റൂം, അവളുടെ ജോലി സ്ഥലം, ഇവിടെ എല്ലാം ജോലിയുടേതായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ സുഹൃത്തുക്കൾ അവൾക്ക് തരുന്ന ഒരു സുരക്ഷിതത്വം അല്ലെങ്കിൽ ഒരു സന്തോഷം, അവളുടെ ആഗ്രഹങ്ങളെ തടസ്സം ചെയ്യാതിരിക്കുന്ന, അവളുടെ താല്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യര് അവിടെ അവൾക്ക് പരിചിതരാവുകയാണ്. ഈ അവളുടെ സുഹൃത്തുക്കളായ സാക്ഷി, ആദി, ശ്രീദേവി, ലയ തുടങ്ങിയ എല്ലാവരും തന്നെ ആദിയെ ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതിഥി പതുക്കെ തിരിച്ചറിയുന്നുണ്ട് തൻ്റെ യഥാർത്ഥത്തിലുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു സ്നേഹം എന്ന് പറയുന്നത് കുടുംബത്തിനൊക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ടുള്ള കുറെ മനുഷ്യരാണ് എന്ന് അതിഥി തിരിച്ചറിയുന്നുണ്ട്. ഇത് കേരളത്തിൽ നിന്ന് വരുന്ന സമയത്ത് തികച്ചു മൂടിയായിരുന്ന, ഇൻട്രോവേർട്ട് ആയിരുന്ന അതിഥി ഈ സുഹൃത്തുക്കൾക്കിടയിൽ ഇടപഴകുന്ന ശേഷമാണ് പുറം ലോകത്തേക്ക് സന്തോഷത്തോടു കൂടി ഇറങ്ങാനും ആഹ്ലാദങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാനും അടുത്തുയർത്താനും ഒക്കെ അവൾക്ക് സാധിക്കുന്നത്. ഇതില് അതിഥിയുടെ ഡയറി ഇതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അതിഥിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൾ ഈ ഡയറിയിൽ അന്നന്ന് എഴുതി വെക്കും. പക്ഷെ ഈ ഡയറിയിൽ അവൾ അഭിസംബോധന ചെയ്യുന്നത് പ്രിയപ്പെട്ട മഹാദേവ് എന്നിങ്ങനെയാണ്. അപ്പോ കവിത ഈ നോവലിന്റെ ഇങ്ങനെ ഒരു വളർച്ചയിൽ നമുക്ക് മനസ്സിലാവും മഹാദേവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ശരിക്കും
ഇല്ല, അത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനല്ല, അത് അതിഥിയുടെ സങ്കല്പം മാത്രമാണ്. അതിഥിയുടെ ആ സങ്കല്പത്തിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് അങ്ങനെ ഒരു മനുഷ്യനെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അവളെ സ്നേഹിക്കാൻ, അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ, അവളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ, അവൾക്ക് തണല് കൊടുക്കാനൊക്കെ ഒരു ആളെ അതിഥി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷിക്കുന്ന വ്യക്തിയെ അവൾ സങ്കല്പിച്ച് ആണ് തന്റെ ഡയറിയിൽ ഇങ്ങനെ അഭിസംബോധന ചെയ്ത് അവൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. കാലക്രമത്തിൽ ഇവൾ ശരൺ എന്നൊരു വ്യക്തിയുമായി അവിടെ പ്രണയത്തിലാവുന്നുണ്ട്. ശരണും അതിഥിയും തമ്മിലുള്ള പ്രണയ നിമിഷങ്ങളൊക്കെ നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് തികച്ചും ഒരു പുതിയ തരം ബന്ധത്തെ, അല്ലെങ്കിൽ പുതിയ ലോകത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രണയ ബന്ധത്തെ അതിൽ കാണിക്കുന്നുണ്ട്. അതിഥിയും ശരണും ശരണിന്റെ വീട്ടിൽ അവർ ഇരിക്കുന്ന സമയങ്ങളിൽ ശരൺ അവൾക്ക് പാചകം ചെയ്തു കൊടുക്കുകയും പാട്ടുപാടി കൊടുക്കുകയും അതിഥിയുടെ എല്ലാ കാര്യങ്ങളെയും കേൾക്കുകയും പങ്കുവെക്കുകയും ദൂരദൂരങ്ങളിൽ അവർ രാത്രികളിൽ യാത്ര ചെയ്യുകയും സ്വാഭാവികമായിട്ട് ഇടപെടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഇതിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അത് ഒരു പുതിയ തരത്തിലുള്ള, അതായത് പഴയ കാലത്തേക്കുള്ള ഒരു ഹയറാർക്കിയുള്ള, ഒരു മേൽക്കീഴ് രീതികൾ ഒന്നും തന്നെ ഇല്ലാത്ത, തടസ്സങ്ങളൊന്നുമില്ലാത്ത, സൗഹൃദത്തിലൂന്നിയ പുതിയ കാലത്തിൻ്റെതായിട്ടുള്ള ഒരു ബന്ധം, ഒരു സ്നേഹത്തിന്റെ ഒരു സമവാക്യം ഇവർക്കിടയിൽ ഇവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇതിൽ മറ്റൊരു കഥാപാത്രമായിട്ടുള്ള ശ്രീദേവി വളരെ ടോക്സിക് ആയ ഒരു പ്രണയബന്ധത്തിന്റെ ഇരയായിട്ട് മാറുന്ന ഒരു കുട്ടിയാണ്. ഇവളുടെ പ്രണയത്തിൽ വിധേയത്വത്തിന്റെ അങ്ങേ അറ്റത്ത് ഇവൾ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒടുവിൽ അവൾക്ക് ഇതിന്റെ ഈ ചൂഷണത്തിന്റെ തീക്ഷ്ണത താങ്ങാനാവാതെ അവൾക്ക് അതിൽ നിന്ന് ഇറങ്ങി നടക്കേണ്ടി വരുന്നുണ്ട്. ആ ഇറങ്ങി നടക്കുന്ന സമയത്ത് അവൾക്ക് നേരിടേണ്ടി വരുന്നത് കാമുകനിൽ നിന്നുള്ള വളരെ വലിയ ഭീഷണികളാണ്. നമ്മൾ പുതിയ കാലത്ത് നേരിടുന്ന എല്ലാ ഭീഷണികളും അതിൽ പറയപ്പെടുന്നുണ്ട്. ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യും, ആസിഡ് ഒഴിക്കും, അങ്ങനെ രീതിയിൽ പലതും കാമുകൻ പറയുന്ന സമയത്ത് ഈ പെൺകുട്ടി ആത്മഹത്യക്കോ മറ്റ് ജീവിതത്തിൽ നിന്നും പിൻവാങ്ങാനോ മുതിരാതെ കൃത്യമായി ഈ പ്രതിരോധം തീർത്തുകൊണ്ട് തന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രീദേവിക്ക് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ മറ്റൊരു കഥാപാത്രം അതിഥിയുടെ കസിൻ കൂടിയായിട്ടുള്ള കണ്ണൻ തന്റെ നവീൻ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുമായി ഒരു ഗേ പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു ചുറ്റുപാടിനെ ഈ നോവൽ ആവിഷ്കരിക്കുന്നുണ്ട്. വളരെ സ്വാഭാവികമായും വളരെ സന്തോഷത്തോടു കൂടിയും അതിഥി ഇതിനെ ഏറ്റെടുക്കുകയും എന്നാൽ കുടുംബത്തിനകത്ത് ഇത് വലിയ ഭിന്നതകൾക്കും വലിയ വിപ്ലവത്തിനും പ്രതിഷേധങ്ങൾക്കും കാരണമായി തീരുകയും അതിഥിയെ മുറിയിൽ പൂട്ടിയിടുന്ന അവസ്ഥ വരെ ഇതിന് സഹായിച്ചതിന്റെ പേരിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും അതിഥി ഇതിൽ നിന്നും പിന്മാറുന്നില്ല. ഒടുവിൽ കണ്ണനും അവന്റെ പങ്കാളിയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നിടത്തും അതിനുള്ള എല്ലാ പിന്തുണയും അതിഥി നൽകുന്നിടത്തുമാണ് അവരുടെ ഒരു ജീവിത പരിസരം നിൽക്കുന്നത്. ഇങ്ങനെ പല സ്നേഹങ്ങളിലൂടെയും സൗഹൃദങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന അതിഥിക്ക് ഒടുവിൽ പ്രണയത്തകർച്ച നേരിടേണ്ടി വരുന്ന ഒരു സമയത്ത് അതിഥി സ്വയം ജീവിതത്തിന്റെ നിരർത്ഥകത ബോധ്യപ്പെട്ടുകൊണ്ട് മരിക്കാനായ ഒരു ശ്രമമൊക്കെ നടത്തുന്നു. ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന അതിഥി മറ്റൊരു മനുഷ്യനായാണ്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായാണ് തിരിച്ചു വരുന്നത്. ആ അതിഥി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സ്വയം തന്നെയാണ് എന്ന തിരിച്ചറിവിലേക്ക് അവൾ എത്തപ്പെടുന്ന ഒരു ഘട്ടം വരികയാണ്. ജീവിതത്തിന്റെ എല്ലാ വൈകാരികവുമായ യാത്രകൾക്കൊടുവിലും നമ്മൾ തിരിച്ചെത്തേണ്ടത് നമ്മളിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ് എന്ന് പറഞ്ഞുറപ്പിച്ചുകൊണ്ടാണ് ഈ നോവൽ അവസാനിക്കുന്നത്. തന്റെ പ്രണയനഷ്ടത്തിന്റെയും കൂടി കാരണമായ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിട്ടുള്ള ബാംഗ്ലൂരിൽ നിന്നും അതിഥി കൊൽക്കത്തയിലേക്ക് തന്നെ തന്റെ ജോലി പറിച്ചു നടുമ്പോൾ അവിടെ വെച്ച് അവൾ എഴുതുന്ന ഡയറിയിൽ അവൾ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നോവൽ, ഈ ഡയറി അവൾ ആരംഭിക്കുന്നത്. ഈ പരിസരത്താണ് കഥ അവസാനിക്കുന്നത്. അതായത് പുതിയ കാലത്തിന്റെ ഒരു ജീവിത പരിസരം, അല്ലെങ്കിൽ ആഖ്യാന പരിസരം വളരെ ലളിതമായ വാക്കുകളിൽ, വളരെ ഏത് മനുഷ്യർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന സുഗ്രാഹ്യമായ ഭാഷയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈ നോവലിന്റെ ഏറ്റവും മികച്ച ഒരു കാര്യമായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത്. അങ്ങനെ വലിയ മികച്ച സാഹിത്യ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഈ നോവൽ എന്നുള്ള അവകാശവാദങ്ങളൊന്നും തന്നെ ഇതിന് പറയാനില്ലെങ്കിൽ പോലും പുതിയ തലമുറയുടെ ആഗ്രഹങ്ങളെ, ഇഷ്ടങ്ങളെ, അവരുടെ ജീവിത പരിസരത്തെ അതേപോലെ റോ ആയി തന്നെ കാണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ നോവലിന്റെ ഒരു മെച്ചം. അത്തരത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവൽ വളരെ ഒരു വായിക്കാൻ
അർഹമായ ഒരു നോവലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി.